ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു തൊഴിലാളിയാണ്. പണിമുടക്ക് ആവശ്യമാണ്, പക്ഷെ പണിമുടക്കിന്റെ രീതികളാണ് തെറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പഠിച്ചു വേണം ചെയ്യാൻ. ഇപ്പൊ നമുക്കൊരു ഈ CPM ഇവിടെ നടത്തുന്നത്, CPM എന്ന് പറയാൻ പറ്റുള്ളൂ, മറ്റുള്ള സംഘടന സഹകരിക്കുന്നു എന്ന് പറഞ്ഞാലും ഇവരാരും സഹകരിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. CPM എന്ന പാർട്ടികൾ ഞാൻ ചെയ്ത ആശാ വർക്കർമാരെ 286 ദിവസം ഇവിടെ കിടന്ന് അവര് സമരം നടത്തിയിട്ട് അന്ന് പോലും കൂറുമുട്ട ബഡ്ജറ്റ് മാത്രമല്ല 1000 രൂപ കിട്ടുള്ളൂ. ഈ പരിപാടി ചെയ്യുന്ന ഈ സർക്കാർ ഈ സമരത്തെ പിന്തുണയ്ക്കെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ വെറ്റിയാക്കുന്ന ഒരു സമരമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ ഞാൻ രാവിലെ മുതൽ വീട്ടിലുള്ളതാണ്, പല ചാനലിലും കണ്ടു വാർത്തകൾ. നമുക്കൊരു എം.എൽ.എ ഹോസ്റ്റലിൽ പണിയുന്നിടത്ത് അവിടെ 100 കണക്കിന് തൊഴിലാളികൾ പണിയുന്ന അവിടെ ഇപ്പോഴും സെക്രട്ടേറിയറ്റിന്റെ മൂക്കിനായ പണിയുന്നത് തൊഴിലാളി എല്ലാ തൊഴിലാളികളും പണിയുന്നുണ്ട്. അതുപോലെ തന്നെയാണെങ്കിലും പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സർക്കാരിന്റെ രീതി അവസരങ്ങളിലാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ നാട്ടിലൊരു വലിയൊരു കെട്ടിടം പണിത്, ഒരു അറ്റാച്ച്ഡ് ബാർ അവിടെ ആ ടൗണിൽ തന്നെ 80 തൊഴിലാളികൾ CITയുടെയും KTUC മാണി ഗ്രൂപ്പിന്റെ ആയിട്ട് അവരുടെ ഒറ്റ തൊഴിലാളികളെ പോലും 10-30 കോടി രൂപ പണി ചെയ്തിട്ട് ഒറ്റ തൊഴിലാളികൾ പോലും അവിടെ സംഭവിച്ചില്ല. ഈ CITയുടെയും ജോസ്കാന്മാരുടെയും പാർട്ടിയുടെയും പാലായിൽ നടന്ന സംഭവം. പാലായിക്ക് വിനോദങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയില്ല, അല്ലാതെ അത് പറയാൻ കഴിയില്ല. ശ്രീ ജനാർദ്ദനാണ് വയനാട് നിന്ന്. ശ്രീ ജനാർദ്ദനൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പണിമുടക്കുന്നതിനെ പുതിയ കാലത്തിന്റെ രീതിയിലേക്ക് എങ്ങനെ നന്നായി നടത്താൻ കഴിയും? പണിമുടക്ക് തന്നെ വേണം. പണിമുടക്കിയാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാലേ നമ്മളെ കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. എല്ലാം നമ്മൾ പണിമുടക്കി സമരത്തിൽ കൂടെ നേടിയെടുത്തിട്ടുള്ളൂ. ഈ കേരളത്തിന്റെ എല്ലാ നേട്ടങ്ങളും സമരത്തിൽ കൂടെയാണ് നേടിയെടുത്തത്. സമരത്തിൽ കൂടെ നേടാതെ ഒന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാം സ്വാതന്ത്ര്യം നേടിയത് നമ്മൾ സമരത്തിൽ കൂടെ അല്ലേ? എല്ലാം നമ്മൾ പണിമുടക്ക് ഒക്കെ നേടിയത് നമ്മൾ സമരത്തിൽ കൂടെ അല്ലേ? എല്ലാ അവകാശങ്ങളും നേടിയെടുത്തത് സമരങ്ങളിലൂടെ തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന, ജനങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന അവകാശം നിങ്ങളുടെ താലത്തിൽ വെച്ച് തന്നല്ല ഒരു അവകാശവും. ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത് നടക്കാത്ത, അവിടെ ഉള്ളത് മതി, ഒരു സമരം വേണ്ട, ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്നത് ഏറ്റെടുക്കും, അത് മതി, ആരും പ്രതികരിക്കാനില്ല. ഇവിടെ പ്രതികരിക്കാൻ ഈ കേരളം ഇനി ആര് ഭരിച്ചാലും ഇവിടെ പ്രതികരിക്കും. അതിന് തെറ്റായ നയത്തിൽ കൂടെ ഭരണകൂടം പോവുകയാണെങ്കിൽ അതിന് പ്രതികരിക്കുക ചെയ്യും. അതാണ് ഇവിടുത്തെ. അത് ഏത് കൊമ്പൻ ഭരിച്ചാലും അതിന്. നമ്മുടെ ചർച്ചാ വിഷയം അങ്ങനെ പണിമുടക്കിനെ കുറിച്ചല്ല ശ്രീ ജനാർദ്ദനൻ. പണിമുടക്കിനെ ബന്ധാക്കി മാറ്റുന്നതിനെ വേണോ വേണ്ടയോ എന്നുള്ള വിഷയത്തിൽ തന്നെയാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പണിമുടക്കിനോട് യോജിച്ചുകൊണ്ട് തന്നെ പണിമുടക്കിനെ ബന്ധായും അല്ലെങ്കിൽ ഹർത്താലായും മാറ്റുന്നതിനെ അത്തരത്തിൽ ഒരു തുറന്ന ചർച്ച വേണം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നമസ്കാരം. പ്രതിപക്ഷ നേതാവ് ഈ ആരുടെ കൂടെ നിൽക്കുന്ന ആളാണെന്ന് ഈ കുറെ കാലമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് ഒരിക്കലും തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്ന സംസ്കാരത്തിന്റെ ആളല്ല. പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്ക് ഒരു യൂണിയൻ ഉണ്ട്, ഒരു തൊഴിലാളി യൂണിയൻ ഉണ്ടല്ലോ, INTUC. അവര് ഇതിനകത്ത് ഭാഗവാക്കാണല്ലോ ഇന്നത്തെ പണിമുടക്കിൽ. അവരുടെ കൂടെ പോലും നിൽക്കാത്ത പ്രതിപക്ഷ നേതാവ് ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? അല്ല, പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് ഞാൻ പണിമുടക്കിനെ അനുകൂലിക്കുന്നു, പണിമുടക്കിനൊപ്പമുണ്ട്, പണിമുടക്കിന്റെ ആശയങ്ങളോട് യോജിക്കുന്നു, പണിമുടക്കിനെ ഹർത്താലിന്റെയും ബന്ദിന്റെയും സമാനമാക്കി മാറ്റുന്നതിൽ ചർച്ച വേണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.